നോബി. ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്ന ആലുവയ്ക്കടുത്ത് പട്ടേരിപ്പുറം എന്ന സ്ഥലത്ത് കുഞ്ഞുചേട്ടന്റെ പശുത്തൊഴുത്തിലാണ്. ഇവിടെ 8 കറവ പശുക്കളും അതിന്റെ കുട്ടികളുമാണുള്ളത്. ഈ പശു വളർത്തലിലൂടെയാണ് ചേട്ടന്റെ കുടുംബവും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കുഞ്ഞുചേട്ടന്റെ പശു വളർത്തലാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചേട്ടൻ ഇടപ്പറമ്പ് ഫാമിലേക്ക് സ്വാഗതം. അപ്പൊ ഈ ഒരു പശു വളർത്തൽ മേഖലയ്ക്ക് വന്നിട്ട് എത്ര നാളായി? 45 കൊല്ലമായി. 45 കൊല്ലം. ചേട്ടനായിട്ട് തുടങ്ങിയതാണോ പാരമ്പര്യമായിട്ട് തുടങ്ങിയതാണ്? അപ്പൊ ചേട്ടൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് 45 വർഷമായുള്ളൂ. 45 കൊല്ലമായിട്ടുണ്ട് മൊത്തം. ഓക്കെ, മൊത്തം. അപ്പൊ അതിനു മുമ്പ് എന്തായിരുന്നു ജോലി? ചുമട്ട് തൊഴിലാളിയായിരുന്നു. പിന്നീട് ഈ ഒരു ഫീൽഡ് തെരഞ്ഞെടുക്കാൻ കാരണം എന്നാ? ചുമട്ട് തൊഴിലാളി കാരണം പനി വളരെ മോശമായി കഴിഞ്ഞപ്പോൾ പിന്നെ കുടുംബം പോറ്റണ്ടേ. രണ്ട് പെമ്പിളരല്ലേ, അപ്പൊ അതുങ്ങളെയൊക്കെ പുറത്തേക്ക് ഇറക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഇതില് ഇടപെട്ടാണ്. അപ്പൊ പെമ്പിളേരുടെ കാര്യങ്ങളൊക്കെ നടന്നു. പശുവിനോണ്ടും പിന്നെ ഞാൻ പുറത്ത് എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ പോകും. അതുകൊണ്ടൊക്കെ എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ അങ്ങനെയാണ് ഇപ്പം എൻ്റെ കുടുംബം പറഞ്ഞുകൊണ്ട് പോകണം. പിന്നെ വേറൊരു പരിപാടിക്ക് ഇനി പോകാൻ പറ്റില്ല, പ്രായമായില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അതെ. പിന്നെ 10 രൂപ കാശ് ആരും ചോദിക്കാൻ വേണ്ടല്ലോ. ചേട്ടൻ ഒരു ചുമട്ടു തൊഴിലാളിയായിരുന്നു. അതിനോടൊപ്പം തന്നെ പാരമ്പര്യമായിട്ട് പശു വളർത്തലും ഉണ്ടായിരുന്നു. എന്നാൽ 45 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചുമട്ടു തൊഴിൽ ഉപേക്ഷിക്കുകയും പിന്നീട് പശു വളർത്തലിലേക്ക് പൂർണ്ണമായി ഇറങ്ങുകയും ചെയ്തു. തുടക്കം ആദ്യം 2-3 പശു ഉണ്ടായുള്ളൂ. അതായത് അച്ഛനായിട്ട് തുടങ്ങി. അതിനുശേഷം ഞാൻ തുടങ്ങിയ ശേഷം പിന്നെ ഞാൻ കുഞ്ഞുങ്ങളൊക്കെ വളർത്തി. അങ്ങനെ ഇപ്പൊ 8 പശു എനിക്ക് മൊത്തമുണ്ട്. ഇപ്പൊ 8 പശുവുണ്ട്, 3-4 കിടാക്കളുണ്ട്. അതെ. അപ്പൊ ചേട്ടൻ ഇപ്പോഴേ ഏതിനാണ് നമ്മൾ തെരഞ്ഞെടുക്കണേ? ഇപ്പൊ ചേട്ടന് ഏതിനാണ്? ജെയ്സി ആണ്, HF ആണ്, എങ്ങനെയാണ്? HF ഉണ്ട്, ജെയ്സി ഉണ്ട്, പിന്നെ സാധാരണ നാടനും ഉണ്ട്. അതെ അതെ. നാടെന്ന് പറയുമ്പോൾ പാല് നല്ല കൊഴുപ്പായിരിക്കും. കൊഴുപ്പായിരിക്കും. പിന്നെ ആരും കുറ്റം പറയില്ല പാലിന്. അപ്പൊ അങ്ങനെ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇപ്പൊ 10-70 വയസ്സ് എനിക്കായി. അതെ അതെ. ഇനിയിപ്പോ എത്ര കൊല്ലം നടക്കുന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല, ദൈവത്തിന് ഇരിക്കുന്ന കാര്യമില്ല. അതാണ്. പിന്നെ ഞാനും എൻ്റെ ഭാര്യയും കൂടിയാണ് നടത്തുന്നത്. അതെ. വേറെ പുല്ലറക്കണം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ്. പുല്ലറുത്തെന്ന് ഞാൻ വണ്ടിക്ക് കൊണ്ടുവരും. അതെ. മൊത്തം ഞാൻ 8 പുല്ലറുത്തണേ കാലത്തും വൈകിട്ടും കൊടുക്കും. കാലത്ത് 2 കെട്ട്, വൈകിട്ട് 2 കെട്ട്. അങ്ങനെ 4 കെട്ട് പുല്ല് ഒരു ദിവസം എനിക്ക് വേണം. അപ്പൊ പുല്ലില്ലെങ്കിൽ ഞാൻ കളമശ്ശേരി അവിടെ ഇവിടെ ആയിട്ട് പോകും. ഞാൻ കളമശ്ശേരി പോവോ? അതെ. പുല്ലുള്ള അപ്പൊ പുല്ല് ഞാൻ സ്ഥിരം മുടക്കാതെ കൊടുക്കുവേ. അങ്ങനെയാണ് ഇപ്പൊ ജീവിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ സൂപ്രീം കൊടുക്കുന്നുണ്ട്, പിന്നെ തവിട്, പിന്നെ പരുത്തി കൊടുക്കുന്നുണ്ട്, പിന്നെ ചോളം, ഇത്തരം സാധനം കൊടുക്കുന്നുണ്ട്. അതെ. അല്ല, പാല് കൂടുതലുള്ളതിന് കൂടുതലും, പാല് കുറച്ചുള്ളതിന് കുറവായിട്ട് കൊടുക്കും. ഇവിടെ ചേട്ടൻ പശു വളർത്തൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടുത്തെ പശുക്കുട്ടികളെ വളർത്തി ചെന പിടിപ്പിച്ചാണ്. സ്വന്തം പശുക്കുട്ടികൾ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പാൽ ഉൽപാദനവും പാലിന് നല്ല കൊഴുപ്പുണ്ട്. ഞാൻ എൻ്റെ പശുക്കുട്ടീനെ ശരിക്കും തീറ്റ കൊടുത്ത് ഇവിടെ വളർത്തി കുത്തിവെച്ച് അങ്ങനെ കൊണ്ടുപോയാണ്. പശുക്കുട്ടീനൊന്നും ഞാൻ വിൽക്കൂല. ഇല്ല, വാങ്ങാറില്ല. അതുകൊണ്ട് അതെ 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 അതെ. കാരണം വെച്ചാൽ എനിക്കിപ്പോ മെച്ചപ്പ് ഞാൻ നോക്കിയിട്ട് അതാണ്. നല്ല കിടാക്കളാകുമ്പോ എനിക്ക് അതല്ല മെച്ചം. പിന്നെ മേടിക്കാൻ പോയാൽ നല്ല സൈസ് പശുക്കളെ കിട്ടൂല. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇത് നിർത്തണത്. ഇപ്പൊ നിലം 4 കുട്ടികൾ എനിക്കിപ്പോ ഉണ്ട്. ആ 4 കുട്ടികളെ ഇപ്പൊ സ്ഥിരം നിർത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ പശുക്കുട്ടികൾ കിട്ടുമ്പോ ഞാൻ ഒന്നിനും ബുക്കാറില്ല. ഞാൻ പശുക്കുട്ടി നിർത്തൂടെ. വില കൂടിയാൽ ഇതിനകത്തുനിന്ന് ഓരോ പിടി എടുത്ത് ഞാൻ കൊടുക്കും. ഒരു കൈ കൊണ്ട് ഒരു പിടി ഓരോ പിടി കഴിക്കുമ്പോൾ 4 2 കൊടുക്കാമല്ലോ എനിക്ക്. അപ്പൊ അങ്ങനെ പിന്നെ പോരാത്തതിന് തവിടെന്തിലേക്ക് ഞാൻ കൂട്ടി കൊടുക്കും. പിന്നെ പുല്ലൊക്കെ എണീറ്റ് കൂടുതലിട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ഞാൻ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും.
പശുക്കൾക്ക് 10 ലിറ്റർ താഴെ മാത്രമേ പാലുൽപാദനമുള്ളൂ. പാലുൽപാദനം കുറവായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ രോഗപ്രതിരോധ ശേഷി, പാലിന് നല്ല കൊഴുപ്പുണ്ട്. അതിനോടൊപ്പം തന്നെ തീറ്റ കുറച്ചു മതി. 7-8 ലിറ്റർ കിട്ടും. പിന്നെ ആദ്യത്തെ പ്രസവമാണെങ്കിൽ ഒരു 9 ലിറ്റർ 10 ലിറ്റർ കിട്ടും. ആ 10 ലിറ്ററിൻ്റെ പാലിന് ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ലേ, പാലിന് നല്ല കൊഴുപ്പുണ്ടാവും. അപ്പോൾ വീട്ടുകാർ കൂടുതലും നമ്മളെ വെറുക്കൂല. വെള്ളം പോലെ ഇഷ്ടപ്പെടില്ല. കുഴപ്പമാവുകയും ചെയ്യാൻ അധികം വെള്ളം കൂട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിന് വലിയ കാര്യമാണ്. ഇപ്പം 40-45 കൊല്ലമായിട്ട് ഞാൻ സ്ഥിരം മുടങ്ങാതെ കൊടുക്കുന്ന ഒരാളെ ഞാൻ. അപ്പോൾ ഞാൻ ഈ കൂടുതൽ പാലുള്ള പശുവിൻ്റെ എനിക്ക് ഇഷ്ടമല്ല. കാരണം വെറും വെള്ളം പോലെ ഇരിക്കും. അപ്പം ഞാൻ നാടൻ പശുവിനെ മാത്രം വളർത്തുള്ളൂ ഇവിടെ. കിട്ടിയാൽ മതി. അപ്പം എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നോക്കുന്ന ഇടപാടില്ല. എനിക്ക് എൻ്റെ ജീവിത പ്രശ്നം നടക്കണം. അതെൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതാണ് ഞാനിത് നിർത്തിയേക്കുന്നത്. ഇപ്പം എനിക്കിപ്പോൾ 8 ഉണ്ട്. ഇപ്പോൾ ഒരു 10-45 ലിറ്റർ പാല് കിട്ടും രാവിലെ. ഉച്ചയ്ക്ക് അതിൻ്റെ പകുതി കിട്ടുള്ളൂ. സൊസൈറ്റിയിൽ ഞാൻ കൊടുക്കില്ല. സൊസൈറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ 30 ഡിഗ്രി ഉണ്ടെങ്കിൽ 30 ഡിഗ്രി എന്ന് അവർ പറയില്ല. ഓടെ 18, 20. എൻ്റെ പാലിന് ഞങ്ങളുടെയൊക്കെ പാല് 30 ഡിഗ്രി ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അതിന് ന്യായമായ വില കിട്ടുന്നില്ല. പിന്നെ വില കിട്ടാത്തതിൻ്റെ പേര് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിലേക്ക് ഇഷ്ടമില്ല അവർക്ക്. അതിൻ്റെ പേരിൽ സൊസൈറ്റി ആയിട്ട് ഞാനൊരു ബന്ധമില്ല. പുറത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും പൈസയ്ക്ക് ആവശ്യം വരും, അവരോട് ചോദിച്ചാലും തരും. എനിക്ക് പല ആൾക്കാരും സഹായിക്കാറുണ്ട് തന്നെ. 10, 2000 രൂപ 3000 രൂപ ചോദിച്ചാൽ എനിക്ക് തരും. ഞാൻ ഇപ്പോൾ പാല് കൊടുക്കുക. എന്നാലും കൂടുതൽ തന്നെ അവർ ഒന്നും പറയാറില്ല. അത് ചിലപ്പോൾ തീർന്നായിരിക്കും ഒന്നും മിണ്ടൂല. പിന്നെ എന്തിനൊക്കെ എളുപ്പം എനിക്ക് തരും. അപ്പോൾ എല്ലാവരും എന്നോട് വലിയ കാര്യമാണേ. അങ്ങനെയൊക്കെയാണ് ഞാനിത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, 45 കൊല്ലമായില്ല ആരെങ്കിലും ഇതേമാരെ മുടക്കോ? അതാണ് മുടങ്ങാതെ ഇത് കൊടുത്തോണ്ടിരിക്കണല്ലേ. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിത പ്രശ്നം. പിന്നെ ചാണനാണെങ്കിൽ ഞാൻ ചാക്കിലാക്കാനെല്ലാം. ചാക്കിലാക്കി വെച്ച് അട്ടിയിടും. അട്ടിയിട്ട് കഴിഞ്ഞാൽ ലാസ്റ്റ് അത് ഇരിക്കും. അത് ഇരുന്ന് വേനൽക്കാലം വരുമ്പോൾ അങ്ങോട്ട് വെയിലത്തിട്ട് ഉണക്കും ഞാൻ. ഉണക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈക്കോൽ ഉണക്കാൻ കാശ് കിട്ടും. വൈക്കോൽ ഇപ്പൊ വില കൂടുതലല്ലേ. അപ്പൊ പകുതി വൈക്കോലിന്റെ കാശ് ഇപ്പൊ എനിക്ക് ചാണകത്തിൽ കിട്ടും. പച്ചച്ചാണകം ആർക്കും വേണ്ട. പിന്നെ ചാക്കിലാക്കിയാലിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മണം ഉണ്ടാവൂല, കൊതുവുണ്ടാവൂല, ഈച്ച ഉണ്ടാവൂല. ഇപ്പൊ നിങ്ങൾ വന്നപ്പോ തന്നെ ഉണ്ടാ. അപ്പൊ അതാൻ്റെ കാരണങ്ങൾ. അപ്പൊ ഇങ്ങനെ സാധാരണ പോണോടത്ത് ഇങ്ങനെയാണോ? അതാണ്. അപ്പൊ അങ്ങനെയാണ് ഞാനിപ്പോ നോക്കണത്. ഇവിടെ പശുക്കൾക്ക് തീറ്റ കൊടുക്കുന്ന രീതി എങ്ങനെയാ? ഒരു 8 ലിറ്റർ പാലുള്ള പശുവിനാണെങ്കിൽ മൊത്തം ഒരു 3 കിലോ സൂപ്രീം കൊടുക്കും. പിന്നെ 1/4 കിലോ പരുത്തി കൊടുക്കും. പിന്നെ ഉഴുന്നുപൊടി ഒരു 1/4 കിലോ കൊടുക്കും. ഇത്ര സാധനം ഞങ്ങൾ ഇതിന് കൊടുക്കും. പാല് കുറവുള്ളതിന് 2-3 കിലോ എല്ലാം കൂടി കൂട്ടിയത് കൊടുക്കും. ഇത്ര തീറ്റ ഞങ്ങൾ കൊടുക്കും. കൂടുതൽ 4-5 കിലോ കൊടുക്കും. കുഴപ്പമില്ല. ഒരു ക്ഷീര കർഷകനെ സംബന്ധിച്ച് ഗവൺമെന്റ് സഹായം എപ്പോഴും ആവശ്യമാണ്. ഇവിടെ കുഞ്ഞുഞ്ഞു ചേട്ടന് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായങ്ങൾ നന്നായി ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാര്യ തൊഴിലുറപ്പിലുള്ളതാണേ. അപ്പൊ ഞാനും ഉണ്ട്, എൻ്റെ ഭാര്യയുണ്ട്. അപ്പൊ ആ ലെവലിൽ കൂടെ ഞങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ ബ്ലോക്ക് വഴിയായിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് അന്വേഷിച്ച് ഇവിടെ വന്ന് ഒക്കെ നോക്കിക്കൊണ്ട് പോയിട്ട് 75,000 രൂപ ഞങ്ങൾക്ക് തൊഴുത്ത് പണിയാൻ കിട്ടി. പിന്നെ 2 പശു സബ്സിഡി ആയിട്ട് അതും കിട്ടി. അപ്പോൾ അത് കിട്ടിയോണ്ടാണ് ഞാൻ ഇത്ര ഉയർന്നു വന്നത്. അതെല്ലാം അപേക്ഷ എഴുതി അവിടുത്തെ സാറ് വന്ന് മനുഷ്യത്തുള്ള സാറ് വന്നിട്ടുണ്ടായിരുന്നു ബ്ലോക്കിൽ നിന്ന്. അപ്പോൾ ആ ഇത്ത വന്ന് നമുക്ക് അതിനെ പറ്റിയുള്ള അറിവൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതിൻ്റെ വശത്തിനൊക്കെ എനിക്ക് അപേക്ഷ എഴുതി തന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കറക്റ്റ് കണക്ക് കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞ് കാശ് നമ്മൾ ചിലവാക്കണം. പിന്നെ ഇല്ല, കാശ് ഞാൻ ചിലവാക്കിയെങ്കിൽ 75,000 രൂപ എനിക്ക് മൊത്തമായിട്ട് അവിടുന്ന് അനുവദിച്ചു. അപ്പോൾ അനുവദിച്ചപ്പോൾ ഇവിടെ ആദ്യം വന്ന് നോക്കിയപ്പോൾ കണക്ക് കണ്ടീഷൻ അല്ലായിരുന്നു. കാരണം എനിക്കിതിനെപ്പറ്റി അറിയാൻ പാടില്ല. അപ്പം മിറ്റലിൻ്റെയും സിമെൻറ്റിൻ്റെയും കമ്പിയിലെയും കറക്റ്റ് കണക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അനുവദിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ അനുവദിക്കില്ല. കാരണം ഇതുമ്പോൾ പുള്ളളിക്കുന്ന ഇടപാടല്ലാന്ന് വന്ന സാറിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ കമ്പിയിലും സിമെൻറ്റിൻ്റെയും കണക്കുകൾ കറക്റ്റായിട്ട് ബില്ല് അവിടുന്ന് പോയി മേടിച്ചിട്ട് വന്നു. എനിക്ക് കാശ് സാങ്ഷനായി.
അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ 3 പിള്ളേരുടെ ഞങ്ങൾ 4 ആളുടെ പേരിലാണ് ഞങ്ങൾക്ക് ബാങ്കിൽ കാശ് വന്നത്. ഒരാളുടെ പേരിൽ വന്നില്ല. എൻ്റെ 2 മരുമക്കളുടെ പേരിൽ, ഒന്ന് എൻ്റെ പേരിൽ, ഒന്ന് എൻ്റെ ഭാര്യയുടെ പേരിൽ. അങ്ങനെ 4 ആളുടെ ഐറ്റംസിലാണ് ഞങ്ങൾക്ക് കാശ് വന്നത്. കറക്റ്റായിട്ട് ഞങ്ങൾക്ക് കുറവില്ലാതെ കാശും കിട്ടി. അപ്പം ഈ ഇത്തരം സഹായം കൊണ്ടാണ് ഞാൻ ഇപ്പം ഇത്ര നീണ്ടു നിൽക്കാൻ കാരണം. അല്ല അല്ല ഈ 60,000 രൂപയുടെ 1,00,000 ചില്ലാൻ രൂപ വരും ഒരു 2 പശുവിന്. അതിന് പകുതി ഞങ്ങൾക്ക് സബ്സിഡി ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ 2 പശുവിനെ നമുക്ക് കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് നല്ലൊരു സഹായമല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇത്ര ഉയർന്നു വരാൻ കാരണം. അല്ലാതെ എനിക്ക് വേറെ ഒരു വൃത്തി കൂടെ എനിക്ക് ഒരു 10 പൈസ എനിക്ക് ആരും സഹായിച്ചില്ല. സഹായിച്ചത് ഇപ്പോൾ എനിക്ക് കാര്യമായിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അവരുടെ തൊഴുത്താണത്. അവർ പണിത് കാണിച്ചതിന് ശേഷമാണ് അവർ സാറ് വന്ന് ടേപ്പ് പിടിച്ച് അളന്ന് അവർ കറക്റ്റായിട്ട് കണക്ക് വന്ന് കറക്റ്റായിട്ട് അതിന് ശേഷമാണ് എനിക്ക് കാശ് വന്നത്. ഒരു 10 പൈസ ചതിവ് അതിനകത്ത് ഉണ്ടെങ്കിൽ 1000 വെട്ടി കാട്ടിക്കളഞ്ഞു. എനിക്ക് ആമ്പിള്ളേരില്ല, 2 പെങ്കൊച്ചങ്ങളാണ്. ഞാൻ ഇതുകൊണ്ടല്ലേ ജീവിക്കണേ. ഒരു സഹായം നമുക്ക് അതിൽ നിന്നിട്ടില്ല. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലത്തോട് വൈകുന്നേരം വരെയും ഇതിൻ്റെ പുറകെയാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടാണ് ഇപ്പം ഈ നിലനിൽക്കുന്നത്. പിന്നെ അങ്ങനെ വളരെ നന്ദി. അങ്ങനെ തന്ന കാരണം. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? മോഡി സർക്കാർ എനിക്ക് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്തായാലേ. അപ്പം അങ്ങനെ നല്ലൊരു മനുഷ്യനായതിൻ്റെ പേരിൽ എനിക്ക് സഹായം ചെയ്ത്. അല്ലെങ്കിൽ ഇത്രയും 45 കൊല്ലമായിട്ട് ഞാൻ ആരെയും സഹായിച്ചിട്ടുണ്ടോ? എന്നെ അറിയും കൂടിയില്ലായിരുന്നു. അവർ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇങ്ങനെ പണിയുന്ന ആളാണ്, മുന്നോട്ട് കൊണ്ടുപോകുന്നു തോന്നിയപ്പോൾ എനിക്ക് അനുഭവിച്ചു വന്നു. ഇവിടെ 8 പശുക്കൾ ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞുചേട്ടൻ്റെ ഒപ്പം തന്നെ ഭാര്യയായി മേരി ചേച്ചി തൊഴുത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. കാലത്ത് 3 മണിക്ക് തുടങ്ങുന്ന ജോലി 2 പേരും വളരെ എളുപ്പത്തിലാണ് തീർക്കുന്നത്. വെളുപ്പിൽ 3 മണിക്ക് എണീക്കും. 3 മണിക്ക് എഴുന്നേക്കും. 3 മണിക്ക് എണീച്ചിട്ട് ഞാൻ ഇതിന് തീറ്റയൊക്കെ നനച്ചു നോക്കും. ഇതിൻ്റെ ചാണനൊക്കെ ചാക്കിലാക്കും. അതിൻ്റെ കൂടെ കഴിയുമ്പോഴേക്കും 4 മണിയാകുമ്പോൾ കറവക്കാരൻ വരും. 4:30 മണിക്ക് എൻ്റെ ഭാര്യ എനിക്കും. ഇപ്പോൾ ഭാര്യനെ കൂടുതൽ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് കടത്തില്ല. കാരണം എല്ലാം കൂടി കടത്തി വരുമ്പോൾ ഭാര്യയുടെ ആയുസുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരുള്ളൂ. ഞാൻ ഒരു രാത്രി പകലാണ് എനിക്ക് വെളുപ്പിലാണ് എനിക്ക് കൂടുതലിനകത്ത് പണി. ചാണകം കൂടുതലുണ്ടാവും, പണി കൂടുതലുണ്ടാവും. അപ്പോൾ ഏതായാലും ഭാര്യയ്ക്ക് സുഖമില്ലാത്തിരിക്കണം. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഒന്നും കൂടി ഞാൻ തൊഴുത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. അത് കാരണം ഞാൻ 4:30 ഭാര്യനോട് ഇതിൻ്റെ അകത്ത് കയറ്റുള്ളൂ. അപ്പോൾ പാൽ കൊണ്ടുവരും. ഞാൻ അപ്പോൾ ഒന്ന് വിശ്രമിക്കാനെത്തി കിടക്കും ഞാൻ. അപ്പോൾ ചായ തിളപ്പിച്ച് വെക്കും. കറവക്കാരന് കൊടുക്കണം, എനിക്ക് കുടിക്കണ്ടേ. അപ്പോൾ ഞാനപ്പോൾ ചായയൊക്കെ തിളപ്പിച്ച് വെച്ചതിന് ശേഷം ഫ്ലാസ്കിലാക്കും. അതിൻ്റെ കുളിച്ചിട്ട് ഞാൻ വരുന്ന കിടക്കും. അപ്പോൾ ഞാൻ പാലുണ്ടാകുന്ന സമയം വരുമ്പോൾ ഞാൻ എനിക്ക് അവർക്കും പാല് എൻ്റെ ഭാര്യ അടിച്ച് മിഷത്തിൽ അടിച്ച് പാക്ക് ചെയ്ത് വെച്ചോളൂ. അതെ, പാക്കറ്റിൽ അടിക്കണത്. അതെ, കുപ്പിയിലല്ല. കുപ്പിയിലാകുമ്പോൾ മണമൊക്കെ ഉണ്ടാവൂലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാക്കറ്റിലാകുമ്പോൾ പാല് പിരിയൂല, കേടുണ്ടാവില്ല. അപ്പോൾ പാക്കറ്റിൽ അടിച്ച് പാല് വെച്ച് വെക്കും. അപ്പോൾ ഞാൻ 7 മണിയാകുമ്പോഴേക്കും പാല് കൊണ്ടുപോകും. അതെ. അപ്പോൾ ചേട്ടൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിനും അതുപോലെ ഇവിടുത്തെ പശു വളർത്താൻ ഞങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നതിനും നന്ദി പറയുന്നു. ഇനിയും കൂടുതൽ പശുക്കളെ വളർത്താൻ സാധിക്കട്ടെ. അത് വളരെ നന്ദി വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കുഞ്ഞുചേട്ടൻ്റെ പശു വളർത്തലും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.